ഹലോ ഗായ്സ്, വെൽക്കം ടു ഋഷീസ് ബ്ലോഗ്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി വിഷു. ഇന്ന് നിങ്ങൾ കാണുന്നത് എൻ്റെ വീട്ടിലൊരുക്കിയ വിഷു കണിയാണ്. അതിനായി ഞാൻ കളക്ട് ചെയ്ത കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇത് കണിക്കൊന്നപ്പൂ. ഈ പൂവില്ലാതെ എന്ത് വിഷു അല്ലേ. അടുത്തത് മയിൽപ്പീലി. എന്ത് രസമല്ലേ കാണാൻ. നമ്മളെടുത്ത് ഗോൾഡൻ കളറിലെ മത്ത, പിന്നെ കണിവെള്ളരിക്ക, പിന്നെ എടുത്ത മാങ്ങ, ഫ്രൂട്ട്സ്, പിന്നെ കശുവണ്ടി. അടുത്തത് പഴം, പിന്നെ 2 കളറ് മുന്തിരി, ചക്ക, പിന്നെ പൈനാപ്പിൾ. പച്ച പൈനാപ്പിളിന്റെ മുള്ളുണ്ട് എന്റെ കയ്യിലെ കൊണ്ടു ഭാഗ്യം എന്റെ ഈ മുഴുതിലെ ഗൈസ്. ഇത് ഉള്ളി. ഇതിനകത്താണ് നേരത്തെ കണ്ട എല്ലാ ഐറ്റംസും വയ്ക്കാനുണ്ട്. പിന്നെ പുലിയും മുന്തിരിയും അവിലും ഉണ്ടായിരുന്നു. നോക്കൂ കൂട്ടുകാരെ, ഇതാണ് നമ്മളെ വീട്ടിലെ കള്ളക്കണ്ണൻ. കണ്ണന്റെ ഫോട്ടോ എന്റെ കമന്റ് ബോക്സിൽ ഇട്ടേ. അടുത്ത് നമുക്ക് കണി ഒരുക്കാം. ആദ്യം ഞാൻ കൃഷ്ണനെ എടുത്തു വച്ചു. അത് കഴിഞ്ഞ് ഞാൻ കൃഷ്ണന് ഹാരം ഇട്ട് കൊടുത്തു. പിന്നെ വിളക്കെടുത്ത് വച്ചു. അത് കഴിഞ്ഞ് ഓരോരോ ഐറ്റംസ് ആയിട്ട് ഞാൻ എടുത്ത് വച്ചു. കൂട്ടുകാരെ, മഞ്ഞക്കോടി കൊടുത്ത് കൃഷ്ണനെ നമ്മൾ ഒഴുക്കി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ കണ്ട മയിൽപ്പീലിയാണ് കൃഷ്ണന്റെ തലയിൽ ഇരിക്കുന്നത്. എൻ്റെ ഈ വ്ലോഗ് കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ വിഷുക്കണിയുടെ ഒരു എല്ലാം പൂർത്തിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. അത് രാവിലെ അമ്മ എൻ്റെ കണ്ണും പൊത്തി കളി കഴിക്കാൻ കൊണ്ടുപോയി. ഞാൻ പോകുന്ന വഴി തട്ടി വീഴുമെന്ന് വിചാരിച്ചു. എന്നാൽ അമ്മ എന്നെ സേഫായിട്ട് കണ്ണൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ കണി കണ്ടു. ഇന്ന് എൻ്റെ കൃഷ്ണനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എന്തൊരു ഐശ്വര്യമായിരുന്നു ആ മുഖത്ത്. കണി കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഗൈസ്. കണ്ട് കഴിഞ്ഞു ഗായ്സ്. എനിക്ക് എല്ലാവരും വിഷു കൈ നീട്ടാൻ വന്ന നിങ്ങൾക്കും കിട്ടിയോ ഗായ്സ്? അത് കഴിഞ്ഞ് ഞാൻ ക്ഷേത്രത്തിൽ പോയി. അവിടെ സൂപ്പറായിട്ട് കണി വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് അവിടെ നിന്നും കിട്ടി ഗായ്സ് വിഷു കഴിഞ്ഞിട്ടോ. എല്ലാവർക്കും എൻ്റെ നന്മ നിറഞ്ഞ വിഷു ആശംസകൾ. താങ്ക് യു.